എല്ലാവർക്കും ലേണേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. അതിന് നമ്മൾ ഒരുപാട് എളുപ്പ വഴികൾ തേടി പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എവിടെയെങ്കിലും നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണാം, നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമർ ഒന്നും പഠിക്കണ്ട, നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യൂ, നിങ്ങൾക്ക് ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം എന്നൊക്കെയുള്ളതായ മോഹിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്നതായ പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. ഞാനും പോയിട്ടുണ്ട്. കാരണം എന്താണ്? നമുക്ക് വല്ല വിധേനയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ പഠിക്കണമെന്നുള്ളതായ ആഗ്രഹമാണ്. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, നമ്മൾ അത്തരം ക്ലാസ്സുകൾ പോയി കേൾക്കുന്നതിലോ പങ്കെടുക്കുന്നതിലോ തെറ്റൊന്നുമില്ല. പക്ഷെങ്കിൽ അത്തരം ക്ലാസ്സുകൾ കൊണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കും. അങ്ങനെ പഠിക്കണം, ചിലർ പഠിക്കും. ഒരു പക്ഷെങ്കിൽ അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉള്ളവരാണെങ്കിൽ ഒരുപക്ഷെ അത്തരം കോഴ്സുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് കാര്യമായി ഫലം ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടൈറ്റിലിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ലേ യുവർ ഫൗണ്ടേഷൻ. നമ്മുടെ ഫൗണ്ടേഷൻ കൃത്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ പഠിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, മനോഹരമായ ഒരു വീട് പണിയണമെങ്കിൽ അതിന് നല്ലൊരു ഫൗണ്ടേഷൻ വേണം, അല്ലേ? ആ ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ എത്ര രീതിയിലുള്ളതായ ഭംഗിയിൽ അതിൻ്റെ മുകൾ ഭാഗം പണിതാലും ഒരു സുപ്രഭാതത്തിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകും. അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മനോഹരമായിട്ടുള്ളതായ ഒരു വീട് പണിയാൻ പറ്റത്തുള്ളൂ. എന്നതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ അനായാസം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, അതിൽ പ്രാവീണ്യം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കൃത്യമായ ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ ഞങ്ങൾ ലേ യുവർ ഫൗണ്ടേഷൻ. നമ്മൾ ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പം ഒരുപാട് രീതികളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇംഗ്ലീഷിനെ കുറിച്ച് നമ്മളോടൊരു 100 വാക്കുകൾ പറയാനൊരു പേനയും പേപ്പറും എടുത്ത് നിങ്ങളുടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്സാരമായിട്ട് 100, 200, 300 വാക്കുകൾ എഴുതും. കാരണം നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പല വേർഡ്സും ഇംഗ്ലീഷിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് വാക്കുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ പറയാനോ അല്ലെങ്കിൽ നന്നായി എഴുതാനോ അല്ലെങ്കിൽ ഒരു പുസ്തകം കിട്ടിയാൽ വായിച്ചതിന് അർത്ഥം മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊരു ചോദ്യമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നമ്മുടെ ഫൗണ്ടേഷൻ കൃത്യമല്ല എന്നുള്ളതാണ്. ആ ഫൗണ്ടേഷൻ നമ്മൾ ഒന്ന് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അനായാസം സംസാരിക്കാനും നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളൊരു ഫൗണ്ടേഷൻ്റെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം? ഓക്കെ, അത് നമ്മൾ ഈ സെന്റൻസ് നമ്മൾ വായിച്ചു. പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ദെയർ റോൾസ് ആൻഡ് ഫങ്ഷൻസ് within the structure of the sentence. Okay, parts of speech play different roles in the structure of a sentence. അപ്പോൾ നമ്മൾ മനസ്സിലായി. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അതിനെ മലയാളീകരിക്കും. നമ്മൾ നോക്കിയേ, ഇപ്പം എന്താണ് ഒരു സെന്റൻസ്? ഒരു സെന്റൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വാക്കോ ഒരു കൂട്ടം വാക്കുകളോ ആണ് ഒരു സെന്റൻസ്. അപ്പോൾ അതൊരു വാക്കാകാം, അതൊരു കൂട്ടം വാക്കുകളാകാം. ഈ വാക്കുകളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമുക്കെങ്ങനെ ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റും? അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താ? ഈ ഓരോ വാക്കുകളുടെയും ധർമ്മം എന്താണെന്നും
ഓരോ വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അതിൻ്റെ ജോലി എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വാക്ക് നിങ്ങൾ നോക്കി, ആ ഒരു വാക്ക് മതി നമുക്കത് മനസ്സിലാക്കാനായിട്ട്. ലുക്ക് എന്ന് നമ്മൾ പെട്ടെന്ന് നമ്മൾ രണ്ടുപേര് കൂടി നമ്മൾ ഒരു മുന്നോട്ട് നമ്മൾ യാത്ര പോവുക, പെട്ടെന്ന് എ എന്ന് പറയുന്ന വ്യക്തി പറയും ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും, ഒന്ന് നോക്കും. അവിടെ ഒരു സെന്റൻസ് ആയി, അത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് വളരെ ക്ലിയർ ആണ്. പക്ഷേ ആ വാക്ക് എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ വേർ എന്ന്, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എയും ബിയും കൂടി യാത്ര ചെയ്യുന്നു. ബി പെട്ടെന്ന് പറഞ്ഞു വേർ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എ എന്ത് ചെയ്യും, നോക്കും അല്ലേ. ഓക്കെ, ഇനി ഒരു സെന്റൻസ് നോക്കിയാൽ, ഒരു കൂട്ടം വാക്കുകൾ നോക്കിയാൽ, യു ആർ റിയലി ഇന്റലിജന്റ്, താങ്കൾ ശരിക്കും ബുദ്ധിയുള്ള ആളാകുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ആറുണ്ട്, റിയലി ഉണ്ട്, ഇന്റലിജന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഓരോ വാക്കുകളും ഈ സെന്റൻസിൽ എപ്രകാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓരോ വാക്കുകളുടെ അർത്ഥം എന്താണ്, ഓരോ വാക്കുകളുടെയും ധർമ്മം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ എന്തേലും വായിച്ചാലും നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. നമുക്ക് നന്നായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർട്സ് ഓഫ് സ്പീച്ച് അറിയണം. നന്നായിട്ടൊരു കാര്യം മീനിങ് ഫുൾ ആയിട്ട് അർത്ഥവത്തായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം. നമുക്കൊരു കാര്യം ഒരു പാരഗ്രാഫ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓരോ സെന്റൻസിലെയും അതിൻ്റെ ഓരോ വാക്കുകളുടെയും ധർമ്മം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ നോക്കി എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളെ സഹായിക്കുന്നതെന്ന്. ഒന്ന്, നമ്മളെ അനലൈസ് ചെയ്യാനായിട്ട്, ഒരു സെൻറ്റൻസിനെ അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അനലൈസ് ദി സെൻറ്റൻസസ്. രണ്ട്, അണ്ടർസ്റ്റാൻഡ് ദ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് നമ്മളെ മനസ്സിലാക്കാനായിട്ട് പൂർണ്ണമായി അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. മൂന്ന്, ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു ടു കൺസ്ട്രക്ട് ഗുഡ് സെൻറ്റൻസസ്. ഓക്കെ, നമുക്ക് നല്ല ഭംഗിയുള്ള അർത്ഥവത്തായ ഒരു സെൻറ്റൻസ് എഴുതുവാനായിട്ട് നമ്മളെ എന്ത് ചെയ്യും, സഹായിക്കും. നാലാമത്, ദ ഫങ്ഷൻസ് ഓഫ് എ വേർഡ് ഇൻ എ സെൻറ്റൻസ് റിഗാർഡിങ് ഇറ്റ്സ് മീനിങ് ആൻഡ് ഗ്രാമർ. ഒരു സെൻറ്റൻസിലുള്ള ഒരു പദത്തിൻ്റെ, ഒരു വേർഡിൻ്റെ കൃത്യമായ അർത്ഥവും അതിൻ്റെ ഗ്രാമർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിൽ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പ്രധാനമായിട്ടും 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചിലർ പറയുന്നു 9 ഉണ്ടെന്ന്. 9 എന്ന് പറയുമ്പോഴത്തെ ആർട്ടിക്കിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ ജനറലി എല്ലാ സ്കോളേഴ്സും ഫോളോ ചെയ്യുന്നതും എല്ലാ സ്കോളേഴ്സും പൊതുവിൽ സജസ്റ്റ് ചെയ്യുന്നതും 8 പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിനുണ്ടെന്നുള്ളതാണ്. സോ അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ടോപ്പിക്കായിട്ട്, ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നൗൺ ആണ് ഒന്നാമത്. 2, പ്രൊനൗൺ. 3, ആഡ്ജക്റ്റീവ്. 4, വെർബ്. 5, ആഡ്വർബ്. 6, പ്രിപ്പോസിഷൻ. 7, കൺജങ്ഷൻ. 8, ഇന്റർജങ്ഷൻ. സോ ഇതാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയപ്പെടുന്നത്. ഇനി ഓരോ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചുള്ളതായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നൗണിനെ കുറിച്ചാണ്. എന്താണ് നൗൺ, എത്ര ടൈപ്സ് ഓഫ് നൗൺ ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായ വീഡിയോസാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇത് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പാർട്സ് ഓഫ് സ്പീച്ച് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് മനസ്സിലായെങ്കിൽ ഈ ഒരു 8 നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നു, എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. ഓക്കെ, ഇതിൽ നിങ്ങളൊരു 40% നിങ്ങൾക്ക് ഒരു കാര്യം ഒരു 40% നിങ്ങളൊരു ഫൗണ്ടേഷൻ ഇട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ പറയാം. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, നമുക്ക് ഇന്നതാണ് നൗൺ, ഇന്നതാണ് ഈ പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും പഠിക്കാനായിട്ടും അത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് വളരെ ഹെൽപ്ഫുൾ ചെയ്യും. അപ്പം നിങ്ങൾ ഇനി വരുന്നതായ വീഡിയോസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് കാണണം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ മറുപടി തരും. ഇനി ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം എനിക്ക് ഇന്ന ഭാഗം പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്.